പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 19 ചൊവ്വ. പ്രധാന വാർത്തകൾ. മസ്കത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ദേശീയ ദിന അവധി നാട്ടിൽ ആഘോഷിക്കുന്നതിന് ഒരു ദിവസം മുന്നേ നാട്ടിലേക്ക് തിരിക്കാൻ ടിക്കറ്റ് എടുത്തവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കാണ് പെട്ടെന്നുള്ള സർവീസ് റദ്ദാക്കൽ തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസങ്ങളിലും വിവിധ സർവീസുകൾ റദ്ദാക്കിയും വിമാനം വൈകിപ്പറന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് തുടർച്ചയായി ദുരിതം തീർത്തിരുന്നു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഒമാന്റെ 54ാം ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേർന്ന് ഗൂഗിൾ ഡൂഡിലും ഹോം പേജിൽ ഒമാൻ ദേശീയ പതാക വെച്ചാണ് ഗൂഗിൾ സുൽത്താനേറ്റിന്റെ സന്തോഷത്തിൽ ഭാഗമായത്. പതാകയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒമാനെക്കുറിച്ചും ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പരിപാടികൾ, വീഡിയോകൾ, ചിത്രങ്ങൾ തുടങ്ങിയവയുടെ വെബ്സൈറ്റുകളിലേക്ക് എത്തുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം. സ്വദേശികളും വിദേശികളും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും സുൽത്താനേറ്റിന്റെ ദേശീയ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൂഡിൽ ഡിസൈൻ മാറ്റിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ അവസാനിച്ചു. ആകെ 39,584 അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം 34,126 ആയിരുന്നു അപേക്ഷകർ. ആകെ 14,000 ആണ് ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് ക്വാട്ട. 13,098 ഒമാനികൾക്കും 470 പ്രവാസികൾക്കും അവസരം ലഭിക്കും. ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും. അറബ് പൗരന്മാരായ 235 പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 235 പേർക്കുമായിരിക്കും പ്രവാസി ക്വാട്ടയിൽ നിന്നുള്ള അവസരം. കഴിഞ്ഞ വർഷങ്ങളിൽ 500 പ്രവാസികൾക്ക് അവസരം ലഭിച്ചിരുന്നു. 250 പേർ അറബ് നിവാസികളും 250 പേർ അറബ് ഇതര താമസക്കാരുമായിരുന്നു. ഇത്തവണ പ്രവാസികളുടെ ക്വാട്ടയിൽ 30 എണ്ണത്തിന്റെ കുറവുണ്ടാകും. അതേസമയം ഹജ്ജിന് ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർക്ക് ഹജ്ജ് സർവീസ് കമ്പനി മാറുന്നതിനും അപേക്ഷ റദ്ദാക്കുന്നതിനും ഗാർഡിയൻ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും രജിസ്റ്റർ ചെയ്ത കമ്പനികൾ അറിയുന്നതിനും ഹജ്ജിന് പോകുന്നതിനുള്ള സർട്ടിഫിക്കറ്റിനും ഔഖാഫ് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഹജ്ജിന് അപേക്ഷിച്ചവരിൽ നിന്ന് മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. മുതിർന്നവർ, അർബുദ രോഗികൾ, ഭിന്നശേഷിക്കാർ, ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടും. രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള കരാറുകളിലെത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്കുള്ള വാക്സിനേഷൻ ഉൾപ്പെടെ വരുന്ന മാസങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകും. കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെ അനുവദിക്കും. ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അപേക്ഷകരെ തിരഞ്ഞെടുക്കുക. അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും ഔദ്യോഗിക ഓഫീസ് സമയത്ത് മതകാര്യ മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറായ 80008008 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വഴിയും അന്വേഷണങ്ങളും മറ്റും ഫയൽ ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാന്റെ 54ാമത് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേർന്ന് UAEയും അൽ ഐൻ അൽ മദീഫ് അതിർത്തിയിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. അതിർത്തിയിലെ എമിഗ്രേഷൻ ചെക്ക് ഇൻ പോയിന്റ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ഇരു രാഷ്ട്രങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം നിരവധി പേർ സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് നിറം പകർന്ന് ഇരു രാജ്യങ്ങളിലെയും നാടൻ കലാരൂപങ്ങളും മറ്റും പരിപാടികളും ഇതിനോട് അനുബന്ധിച്ച് നടന്നു. കുട്ടികൾ ഉൾപ്പെടെ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ദേശീയ ദിനം ആഘോഷിക്കുന്ന സുൽത്താനേറ്റിന് മസ്കത്ത് ഇന്ത്യൻ എംബസി ആശംസകൾ നേർന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിനും ഒമാനിലെ ജനതയ്ക്കും അഭിമാനകരവും സന്തോഷകരവുമായ ദേശീയ ദിനം നേരുന്നതായി ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു. കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ആശംസകൾ നേർന്നു. ഒമാൻ വിദേശകാര്യ മന്ത്രി ബദർ അൽ ബുസൈദിക്ക് വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസകൾ നേർന്നുള്ള സന്ദേശം കൈമാറി. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ഇറാഖിനെ നേരിടും. ബൗഷർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. ഇരു ടീമുകൾക്കും വിജയം അതിനിർണായകമാണെന്നിരിക്കെ പോരാട്ടം ശക്തമാകും. ഇന്നത്തെ മത്സരത്തിൽ വിജയം ഏറെ പ്രധാനമാണെന്നും മത്സരത്തിനായി
ടീം കഠിനാധ്വാനം ചെയ്തതായും ഒമാൻ പരിശീലകൻ റഷീദ് ജാബിറും പ്രതിരോധ താരം ഹാരിബ് അൽ സഅദിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ മത്സരം എളുപ്പമായിരിക്കില്ല. എങ്കിലും വിജയം മാത്രമാണ് ലക്ഷ്യം. അതിനായി ടീം പൂർണ്ണമായും തയ്യാറാണ്. നമ്മുടെ സ്വന്തം മണ്ണിലും ആരാധകരുടെ മുന്നിലും മികച്ച മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ടെന്നും ഇരുവരും പറഞ്ഞു. ഫലസ്തീനെതിരെ നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം ഒമാൻ ടീമിന് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും എതിരാളികൾ ശക്തരാണ് എന്നതിനാൽ മത്സരം എളുപ്പമാകില്ല. കഴിഞ്ഞ മത്സരത്തിൽ ജോർദാനെതിരെ സമനില വഴങ്ങിയാണ് ഇറാഖ് ഒമാനിലെത്തുന്നത്. പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് തിരികെയെത്തുന്നതിന് ഇറാഖിന് വിജയം കൂടിയേ തീരൂ. സെപ്റ്റംബറിൽ അവസാനമായി ഒമാനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇറാഖിനൊപ്പമായിരുന്നു. ഒമാൻ ഇറാഖ് മത്സരത്തിൽ ടീമിനെ പിന്തുണയ്ക്കാൻ ആയിരങ്ങൾ ഇന്ന് സ്റ്റേഡിയത്തിൽ എത്തും. ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡ് ആണ് അനുഭവപ്പെടുന്നത്. ബൗഷർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ ലഭ്യമാക്കിയ ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കകമാണ് വിറ്റഴിച്ചത്. പതിനായിരങ്ങൾ സ്റ്റേഡിയത്തിൽ മത്സരം കാണാൻ എത്തും. ഇത് ഒമാൻ ടീമിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗവും ശ്രദ്ധേയമായി. 2ഇടങ്ങളിലാണ് ഇന്നലെ വെടിക്കെട്ട് ഒരുക്കിയത്. വീടുകളിലും വാഹനങ്ങളിലും ഇരുന്ന് നിരവധി പേർ കാഴ്ചക്കാരായി. മസ്കത്ത് ഗവർണറേറ്റിലെ അൽഖൂദിലും ധോഫാർ ഗവർണറേറ്റിലെ സലാല ഇത്തീനിലുമാണ് ഇന്നലെ വെടിക്കെട്ട് നടന്നത്. രാത്രി 8-ന് ആരംഭിച്ച വെടിക്കെട്ട് 30 മിനിറ്റ് തുടർന്നു. ഇത്തവണ 2 ദിവസങ്ങളിലായി 3ഇടങ്ങളിലാണ് വെടിക്കെട്ട് നടക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 21-ന് മുസന്തം ഗവർണറേറ്റിലെ കസബിലും കരിമരുന്ന് പ്രയോഗം നടക്കും. പ്രവാസി കൗൺസിൽ കേരള സലാലയുടെ നേതൃത്വത്തിൽ ഒമാന്റെ 54ാമത് ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രവാസി കൗൺസിൽ രക്ഷാധികാരി ഈപ്പൻ പനക്കിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കൗൺസിൽ പ്രസിഡന്റ് ഉസ്മാൻ വാടാനപ്പള്ളി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അന്നം തരുന്ന നാടിനോട് പ്രവാസികൾക്ക് നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് ഉസ്മാൻ ഉണർത്തി. ജനറൽ സെക്രട്ടറി വരയിൽ ലക്ഷ്മണൻ നന്ദി പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം സെവൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മബേലയിലെ ആഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായി ടീം ഗ്രൂപ്പ് നറുക്കെടുപ്പ് കേരള വിഭാഗം ഓഫീസിൽ നടന്നു. ടിൻറ്റു മാത്യു മുഖ്യ അതിഥി ആയി പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ വിവിധ ടീം പ്രതിനിധികളും കേരള വിഭാഗം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. 54ാം ദേശീയ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി സുൽത്താനേറ്റ്. സ്വദേശികളും വിദേശികളും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. സൈനിക പരേഡിൽ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു. രാത്രി വൈകിയും ആഘോഷ പരിപാടികൾ തുടർന്നു. പരമ്പരാഗത കലാപ്രകടനങ്ങളും രാജ്യത്തിന്റെ പുരോഗതിയും ചരിത്രവും വിവരിക്കുന്ന പരിപാടികളും നടന്നു. വിദ്യാർത്ഥികളുടേതുൾപ്പെടെ പ്രത്യേക പരിപാടികൾ രാജ്യത്തുടനീളം നിറഞ്ഞുനിന്നു. ലോക നേതാക്കൾ സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന് ആശംസകൾ നേർന്നു. ദീർഘകാലം രാജ്യത്തിനായി ആയുരാരോഗ്യത്തോടെ സേവനം ചെയ്യാൻ സാധിക്കട്ടെയെന്ന് ആശംസിച്ചു. പരേഡിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട സുൽത്താനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആയിരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ റോഡിലെത്തി. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവൃത്തി ദിനമായതിനാൽ ആഘോഷങ്ങളെല്ലാം ജോലി തിരക്കുകൾക്കിടയിലായിരുന്നു. വൈകിട്ടോടെ നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. രാത്രിയേറെ വൈകിയും വാഹനങ്ങളുമായി സ്വദേശികൾ സുൽത്താന് ആശംസകൾ നേർന്നും ജനങ്ങൾക്ക് ദേശീയ ദിന സന്തോഷങ്ങൾ അർപ്പിച്ചും നിരത്തുകളിൽ ഇറങ്ങി. വാഹനങ്ങളിൽ സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ ചിത്രങ്ങളും ദേശീയ പതാകയും മറ്റും അലങ്കരിച്ചിരുന്നു. വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം ഉൾപ്പെടെ പോലീസ് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലുള്ള പ്രകടനങ്ങൾക്കായിരുന്നു നിയന്ത്രണം. അൽ സമൂദ് ക്യാമ്പിൽ ആയിരുന്നു ഇത്തവണ സൈനിക പരേഡ് അരങ്ങേറിയത്. സുൽത്താൻ ആംഡ് ഫോഴ്സ്, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സ്, റോയൽ ഒമാൻ പോലീസ് എന്നീ വിഭാഗങ്ങളും അണിനിരന്നു. പരേഡിനെത്തിയ സുൽത്താനെ മന്ത്രിമാർ, സൈനിക മേധാവികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ടിവികളും മറ്റും ലൈവ് ടെലികാസ്റ്റിംഗ് ഒരുക്കിയിരുന്നു. റാലിയുടെ ഭാഗമായി ബൈത്ത് അൽ ബർക്ക സ്ട്രീറ്റ് മുതൽ പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നഗരത്തിൽ ഉൾപ്പെടെ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഭരണാധികാരിയോടുള്ള ജനങ്ങളുടെ കൂറും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ദേശീയ ദിനാഘോഷം. രാജ്യത്തെ ഐക്യത്തോടെയുള്ള മുന്നേറ്റം നടത്തുന്ന ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്
പിന്തുണ അർപ്പിച്ച് പ്രവാസികളും ദേശീയ ദിനത്തെ സമുചിതമാക്കി. രണ്ടിടങ്ങളിലാണ് ഇന്നലെ വെടിക്കെട്ടുകൾ അരങ്ങേറിയത്. വരും ദിവസങ്ങളിലും ആഘോഷം തുടരും. ഒമാന്റെ ദേശീയ ദിനത്തിൽ വിവിധ GCC രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ആശംസകൾ നേർന്നു. അയൽരാജ്യമായ ഒമാന് ആശംസകൾ നേർന്ന് സന്ദേശം അയച്ചു. നേരത്തെ വിവിധ ലോക നേതാക്കളും ആശംസകൾ നേർന്നിരുന്നു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മത്ര കോർണിഷിലെയും അൽബുസ്ഥാനിലെയും വാട്ടർ ഫൗണ്ടനുകൾ പുനഃസ്ഥാപിച്ചു. മസ്കത്ത് നഗരസഭയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഇവ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. ഒരു കാലത്ത് ഈ രണ്ട് പ്രദേശങ്ങളുടെയും മുഖമായിരുന്ന വാട്ടർ ഫൗണ്ടനുകൾ ഏറെക്കാലമായി പ്രവർത്തനരഹിതമായിരുന്നു. വിളക്കുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടെ ഒരുക്കിയാണ് അവ നവീകരിച്ചിരിക്കുന്നത്. വാട്ടർ ഫൗണ്ടനുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഇവിടെയെത്തുന്നവരുടെ ഫോട്ടോഷൂട്ട് കേന്ദ്രമായും ഇവ മാറിക്കഴിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.